ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും വിവാദ നായകനായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മുമ്പൊക്കെ യോഗി ആദിത്യനാഥിൻ്റെ പേരാണ് നാം കേട്ടിരുന്നതെങ്കിൽ ഈ അടുത്ത കാലത്തായി ആസാമിൻ്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ അവരുടെ തീപ്പൊരി മുഖ്യമന്ത്രി. ഹിമന്ത ബിശ്വ ശർമ്മയുടേതായി ഏറ്റവും ഒടുവിൽ വന്ന വിവാദ പ്രസ്താവന അതൊരു വെറും പ്രസ്താവന മാത്രമല്ല, പ്രതീകാത്മക ചിത്രത്തോടു കൂടിയുള്ള ഒരു പോസ്റ്റാണ്. പോയിന്റ് ബ്ലാങ്ക് ഷോട്ട് എന്നാണ് അതിൻ്റെ പേര്. അത് പുറത്തു വന്ന് അധിക നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തിയെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു എന്നും കേൾക്കുന്നു. എങ്കിലും അത് ഉയർത്തുന്ന ഉത്കണ്ഠ ചില്ലറയല്ല, ചെറുതല്ല എന്ന് കാണാം. ഒരു സ്കൾ ക്യാപ്പ് ധരിച്ച ആൾക്കു നേരെ പോയിന്റ് ബ്ലാങ്ക് തോക്ക് ചൂണ്ടുന്ന ബിശ്വശർമ്മയുടെ ചിത്രമാണതിൽ. അതായത് അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തെയും പ്രസ്താവനകൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ളതാണ്. അതിന് കുറെ കൂടി വ്യാഖ്യാനം നൽകി ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരായ ആസാമിലെ മുസ്ലിങ്ങൾ എന്നൊരു വ്യാഖ്യാനമുണ്ട് ബി.ജെ.പിക്കാരുടെ വക. പക്ഷേ എങ്കിലും അതിനുവേണ്ടി ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനു പകരം മുസ്ലിങ്ങൾ എന്ന് ചേർത്ത് പറഞ്ഞാണ് അദ്ദേഹം എപ്പോഴും പറയാം. മുസ്ലിങ്ങൾക്കെതിരായിരിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്താവനകളും എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പുതിയ പ്രസ്താവന അവരെ കണ്ടയിടത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ സൂചന എന്ന് മാത്രമല്ല, അതിൻ്റെ വ്യക്തമായ സന്ദേശം അത് തന്നെയാണ്. രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകരെയോ പ്രധാന പ്രതിപക്ഷത്തെയോ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിഷ്പക്ഷമതികളായ നിരീക്ഷകരെയോ ഈ ചിത്രവും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനവും വലിയ തോതിലൊന്നും അസ്വസ്ഥപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അസ്വസ്ഥജനകമായിട്ടുള്ളൊരു കാര്യം. അയാൾക്കെതിരെ വേണമെങ്കിൽ ശ്രീ മോഡി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതികൾ വേണ്ട നടപടികൾ എടുത്തുകൊള്ളട്ടെ എന്ന നിലപാടാണ് എല്ലാവർക്കും. ഇവിടെ ഇയാൾ ലക്ഷ്യം വെക്കുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത് ഒരു സ്കൾ ക്യാപ്പ് ധരിച്ച ഒരു മുസ്ലിമിനെയാണ്. പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കാനുള്ള ആഹ്വാനം നൽകുന്നത് പോലെ, അത് സ്വയം പ്രവർത്തിക്കുന്നത് പോലെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ഒട്ടും തന്നെ നമ്മുടെ പ്രതിപക്ഷമായ കോൺഗ്രസിനെ ഇത് ശരിയായില്ല എന്നൊരു അഭിപ്രായം പറയാനേ പ്രേരിപ്പിക്കുന്നുള്ളൂ. ഒരു രാജ്യത്ത് ജനാധിപത്യ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ തീർച്ചയായും വലിയ ഉത്തരവാദിത്തങ്ങളാണ് വഹിക്കുന്നത്. പക്ഷേ ആ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം എത്രമാത്രമുണ്ടോ അതിനു എതിർ ദിശയിലുള്ള പ്രതിപക്ഷത്തിനും പുറത്തു നിൽക്കുന്നവർക്കും ആ ഭരണകൂടത്തെ തിരഞ്ഞെടുത്ത് അയച്ച പൊതുസമൂഹത്തിനും ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതാകുന്നില്ല തെരഞ്ഞെടുപ്പോടുകൂടി. ഒരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഒരു കൂട്ടം ആളുകളെ ലെജിസ്ലേച്ചറിലേക്ക് പറഞ്ഞയക്കുന്നു, ലോക്സഭയിലേക്ക് പറഞ്ഞയക്കുന്നു എന്നതോടുകൂടി ഒരു പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം, ജനാധിപത്യത്തെ സാർത്ഥകമാക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തം ഇല്ലാതാകുന്നില്ല എന്ന് കാണാം. ഇവിടെ നാം ഒരു ഭരണകൂട തിന്മയെ, ഒരു ഭരണകൂട പ്രശ്നത്തെ കാണുമ്പോൾ എല്ലാം ഭരണകൂടം പരിഹരിച്ചു കൊള്ളട്ടെ, അതല്ലെങ്കിൽ പോലീസുകാർ പരിഹരിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ കോടതികൾ പരിഹരിച്ചു കൊള്ളട്ടെ എന്ന് നിഷ്ക്രിയത്വത്തോടെ വൈമുഖ്യത്തോടെ മാറി നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് കാണുന്നത്. ഇത് തന്നെയാണ് ഒരു ജനാധിപത്യം മലിനപ്പെടാൻ, ജനാധിപത്യത്തിൽ ഭരണകർത്താക്കൾ ചീത്തയാവാനുള്ള മുഖ്യ കാരണം ഒരു ജനാധിപത്യ ക്രമം അനുസരിച്ച് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തയക്കുന്നതോടുകൂടി പൊതുസമൂഹം മാറി നിൽക്കുകയാണ് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൂട്ടത്തോടെ. പിന്നീട് ഒരു 5 വർഷത്തേക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുണ്ടായില്ലെങ്കിൽ ലോകാവസാനം വരേക്കും ആ ഭരണാധികാരികളുടെ എല്ലാ വിധ പ്രവർത്തനങ്ങളും ജനാധിപത്യ വിരുദ്ധമായാലും ഭരണഘടനാ വിരുദ്ധമായാലും അതെല്ലാം സഹിക്കുക, അതെല്ലാം കണ്ട് തലവിധിയെ പഴിക്കുക എന്നത് മാത്രമാണോ ഒരു പൊതു സമൂഹത്തിൻ്റെ ജനാധിപത്യത്തിലെ ഉത്തരവാദിത്തം? ശരിയാണ്, ഒരു ഭരണകൂടത്തെ കയറ്റിവിടാനുള്ള അവകാശമേ പൊതുജനങ്ങൾക്കുള്ളൂ. അവരെ തിരിച്ചു വിളിക്കാനുള്ളത് വേണ്ട വിധത്തിൽ ഇവിടെ പ്രയോഗതലത്തിലില്ല, അത് വാസ്തവമാണ്. പക്ഷേ എങ്കിലും ജനാധിപത്യ രീതിയിൽ ഭരണകൂടത്തിൻ്റെ വീഴ്ചകളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും
എന്നിട്ട് ഭരണകൂടത്തെ തിരുത്താനുമുള്ള ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ പൊതുസമൂഹത്തിന്റെ കൈവശവും ഉണ്ട്. എല്ലാ കാര്യത്തിനും ഭരണാധികാരിയെയും അയാൾ നിയമിക്കുന്ന കോടതിയെയും പോലീസിനെയും മറ്റുള്ളവരെയും കാത്തിരിക്കുക എന്നുള്ളതല്ല ജനാധിപത്യത്തിൽ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തം. എന്നെങ്കിലും നാം മനസ്സിലാക്കാൻ വൈകിപ്പോയിക്കൂടാ. ഇവിടെ നമ്മുടെ പ്രധാന പ്രതിപക്ഷം എന്ന കോൺഗ്രസ് ഇത്തരം ഹെയ്റ്റ് സ്പീച്ചുകൾ അല്ലെങ്കിൽ ഹെയ്റ്റ് പ്രവർത്തനങ്ങൾ, വർഗീയ വിദ്വേഷം പരത്തുന്നതും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതുമായ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും അതിനെ അപലപിക്കുക മാത്രം ചെയ്ത് മാറി നിൽക്കാനുള്ളതല്ല പ്രതിപക്ഷം. അവർക്ക് ക്രിയാത്മകമായി അതിൽ ഇടപെട്ട് ആവശ്യമാണെങ്കിൽ കോടതികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കോടതി നടപടികൾക്ക് വിധേയമാക്കാനുമുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷം എന്ന നിലക്കുണ്ട്. പക്ഷെ അവർ അത് എത്രമാത്രം നിർവഹിക്കുന്നു എന്നുള്ളത് നമുക്ക് സംശയാസ്പദമാണ്. ആസാമും അവിടുത്തെ ബംഗ്ലാദേശ് കുടിയേറ്റക്കാരും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ആസാം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നില്ലെങ്കിലും 4 മറ്റ് സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ തീർച്ചയായും ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറുന്നുണ്ടാകാം. അത് ആരുടെ പ്രശ്നമാണ്? അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രശ്നമായിട്ടല്ല കാണേണ്ടത്. അത് തീർച്ചയായും അതിർത്തിയിലുള്ള നുഴഞ്ഞുകയറ്റമായി കണ്ട് കൈകാര്യം ചെയ്യേണ്ട ചുമതല സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. അതിന് ഒരു മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിച്ച് നേരത്തെ തന്നെയുള്ള വർഗീയ വിദ്വേഷത്തിന് എണ്ണ പകരുകയല്ല ചെയ്യേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ചും. അങ്ങനെ ഒരു വ്യക്തി ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെതിരെ പ്രതികരിക്കേണ്ടത് കേവലം അപലപനത്തിലൂടെ മാത്രമല്ല, നിയമപരമായ മാർഗങ്ങൾ ആരാഞ്ഞ് നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ആ വ്യക്തിയെ വിധേയമാക്കാനുള്ള ചുമതല ഇവിടുത്തെ പ്രതിപക്ഷത്തിനും പൊതുസമൂഹത്തിനും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ പേരിൽ വാചോടോപം നടത്തുന്നവർക്കും തീർച്ചയായും ഉണ്ട് എന്ന് കാണാം. ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഇതിനു മുമ്പ് നടത്തിയ കഠിനമായ വർഗീയ വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകൾക്കെതിരെ ഒരു നടപടിയും അയാൾ നേരിട്ടതായി കേൾക്കുന്നില്ല. അയാൾ ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചാടി രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ഒരു വിദ്വേഷ പ്രചാരകനാണ് ആ വ്യക്തി എന്നുള്ളതാണ് ഇതേവരെയുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്ന വിവരം. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഭരണഘടനയുടെ പ്രാഥമികമായ ഹെയ്റ്റ് സ്പീച്ച്, അതിനെതിരായ നിയമ നടപടികൾ, ഇതിനൊന്നിനും വിധേയമാകാതെ അദ്ദേഹം സുഖമായി വീണ്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ കോടതികൾ സുവമോട്ടോ പ്രകാരം സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുണ്ടായിരിക്കെ, മാത്രമല്ല 2021-ലെയും 2022-ലെയും സംഭവ വികാസങ്ങളും അതിനുമുണ്ട്. കോടതികൾ, സുപ്രീം കോടതി വരെ സ്വമേധയാ കേസെടുത്ത സംഭവ വികാസങ്ങൾ ഈ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഹെയ്റ്റ് സ്പീച്ചിനെതിരെ കേസ് FIR ഇടാനുള്ള വകുപ്പ് തന്നെ ഉണ്ടെന്നിരിക്കെ ഈ വിഷയത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യത്തിൽ കോടതികളും നിഷ്ക്രിയമാണ് എന്ന തോന്നിപ്പിക്കലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും ഇത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ തന്നെ നടപടിയെടുക്കാൻ, കൊണ്ടുവരാൻ തന്നെ ആളില്ല, കൊണ്ടുവരാതെ തന്നെ നടപടിയെടുക്കാനുള്ള കോടതിയുടെ സുവമോട്ടോ ആക്ഷൻ ഇവിടെ കാണുന്നുമില്ല. ഇതാണ് നമ്മളെ കൂടുതൽ നിരാശപ്പെടുത്തുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയെക്കാളും അദ്ദേഹത്തിന്റെ മാതൃഭരണകൂടമായ കേന്ദ്ര ഭരണത്തെക്കാളും BJP-യെക്കാളും നമ്മെ ഉത്കണ്ഠാകുലരാക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷമാണ്, മനുഷ്യാവകാശ പ്രവർത്തകരാണ്, നമ്മുടെ കോടതികളുടെ സുവമോട്ടോ അധികാരമാണ്. ഇത് നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ളതാണ് അസം മുഖ്യമന്ത്രിയുടെ ഈ പോയിന്റ് ബ്ലാങ്ക് ഷോട്ട് എന്ന പോസ്റ്റ്. നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെയുള്ള എൻകൗണ്ടർ കില്ലിങ്ങുകൾ നമുക്ക് ഒരു പരിധിവരെ അനുവദനീയമാണെങ്കിലും ആ കില്ലിങ്ങുകൾക്ക് മുഴുവനും അതിനുശേഷം കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് ഭരണഘടന. ഒരു പോലീസുകാരൻ അവന് വിരോധമുള്ള ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് അത് എൻകൗണ്ടർ കില്ലിംഗ് ആയിരുന്നു എന്ന് വെറുതെ പ്രസ്താവിച്ച് പൊടി തട്ടി പോകാൻ അവനാവില്ല. അവൻ അന്വേഷണത്തെ നേരിടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്തരം കില്ലിങ്ങുകൾക്ക് പവർ ഓവർ റീച്ച് എന്ന് പറയാവുന്ന തരത്തിൽ പദവിയുടെ ദുരുപയോഗം, അമിതപ്രയോഗം, ഇതിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ഭരണാധികാരത്തിന്റെ തലപ്പത്ത് നേതൃത്വം വഹിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നു എന്നുള്ളത് ഖേദകരം മാത്രമല്ല, വെറുതെ ഖേദകരമാണെന്ന് പറഞ്ഞ് അപലപിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. അത് ഭരണഘടനാ ലംഘനം കൂടിയാണ്. ആർട്ടിക്കിൾ 21 നിഷേധമാണത്. ജീവിക്കാനുള്ള അവകാശത്തിനു നേരെയുള്ള ആ അവകാശ ധ്വംസനമാണത് എന്ന് കാണേണ്ടി വരും.
ഇതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതികൾക്ക് കേസെടുക്കാം, മനുഷ്യാവകാശ പ്രവർത്തകർക്ക്, മറ്റെല്ലാ തരത്തിലും പലതരത്തിൽ ജനാധിപത്യം തുറന്നിടുന്ന നിരവധി അനന്ത സാധ്യതകളുണ്ട് ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള. അതൊന്നും തന്നെ ഉപയോഗപ്പെടുത്താതെ അതിനെക്കുറിച്ചെല്ലാം നിസ്സംഗത ഭാവിച്ചുകൊണ്ട് കേവലം ഒരു അപലപനത്തിൽ മാത്രം മുഴുകിക്കൊണ്ട് എത്ര കാൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവും, എത്ര കാൽ ഈ രാഷ്ട്രത്തെ പിടിച്ചു നിർത്താനാവും എന്നുള്ളതാണ് സംശയാസ്പദമായിട്ടുള്ളത്. IPC സെക്ഷൻ 96, 106 പ്രകാരം പോലീസുകാർക്ക് അക്രമികളെ നേരിടുന്ന സമയത്ത് ജീവന് ഭീഷണിയുണ്ടെങ്കിൽ എൻകൗണ്ടർ നടത്താനുള്ള അവകാശമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിയമത്തിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് നമുക്ക് അജ്ഞതയുണ്ട്, അതുകൊണ്ട് അത് വിശദീകരിക്കാൻ ഇവിടെ മുതിരുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു വകുപ്പുള്ളതായിട്ട് കാണുന്നു. അതനുസരിച്ച് നിരവധി അതിൻ്റെ ഉപയോഗവും നടത്തിയതായി നമുക്കറിയാം, ചരിത്രമുണ്ട്. പക്ഷെ അതൊക്കെ തന്നെയും അതിനുശേഷമുള്ള അന്വേഷണത്തിന് വിധേയമാണ് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇവിടെ ഒരു മുഖ്യമന്ത്രി തന്നെ തോക്കെടുത്ത് ഒരു നിശ്ചിത മതവിഭാഗത്തെ ചൂണ്ടിക്കൊണ്ട് പ്രോത്സാഹനം നൽകുന്ന തരത്തിലാണ്, എൻകൗണ്ടർ കില്ലിങ്ങിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിലാണ് നടന്നിട്ടുള്ളത്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ജനാധിപത്യം പൂർണ്ണമായും ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ആളുകൾക്ക് വേണ്ടി മാറി നിൽക്കലല്ല ജനാധിപത്യം. അധികാരത്തിലുള്ള ആളുകൾ യഥാവിധി ആ അധികാരം നടപ്പിലാക്കുന്നുണ്ടോ, അത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്ന് നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ടവരാണ് പൊതുജനങ്ങൾ. ഇതാണ് ജനാധിപത്യത്തിന്റെ വിവക്ഷ. കോടതികളെ അലക്ഷ്യപ്പെടുത്തിയാൽ സ്വമേധയാ കോടതികൾ കേസെടുക്കും. കോടതി ലക്ഷ്യത്തിന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നാണ് അതിന് പറയുക. അതേസമയത്ത് ഇവിടെ ഒരു മുഖ്യമന്ത്രി തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നടത്തിയിട്ടുള്ളത്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടല്ല, കണ്ടംപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന അലക്ഷ്യമാണ് വരുത്തിയിട്ടുള്ളത്. ഭരണഘടനയെ അലക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഭരണഘടന നൽകുന്ന മനുഷ്യാവകാശങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട്, വിലവെക്കാതെ നിഷേധിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്, പ്രസ്ഥാനം നടത്തിയിരിക്കുകയാണ്, ഒന്നല്ല പലതവണ. ഇതിനെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു വകുപ്പ് ചാർത്തി കേസെടുക്കാൻ എല്ലാ സാധ്യതകളും കാണുന്നു. ജനാധിപത്യ വീക്ഷണത്തിലൂടെ കാണുമ്പോൾ മാത്രം, കൃത്യമായ ജനാധിപത്യ പരിപ്രേക്ഷ്യത്തിൽ അതിന് സാധ്യതകളും അനവധിയാണ് എന്നാണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്.